നമസ്കാരം. പുഞ്ചിരിയിൽ പിശുക്കു കാട്ടിയാണ് കാലവും സമൂഹവും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അഥവാ പുഞ്ചിരിച്ചെങ്കിൽ തന്നെ അത് കൈവിരലിൽ എണ്ണാവുന്നവരിലേക്ക് ചുരുങ്ങിപ്പോയി. സ്പർശനത്തിനും ഇതുതന്നെയായിരുന്നു കുഴപ്പം. അളന്നു മുറിച്ച് ഒന്നോ രണ്ടോ പേരിലേക്ക് പരിമിതപ്പെടുത്തിയതായിരുന്നു. പുരോഗതിയുടെ ഒരു ലക്ഷണമാണ്, അല്ലെങ്കിൽ നല്ല നിലവാരമുള്ള വ്യക്തിത്വത്തിൻ്റെ ലക്ഷണമാണ് അത് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ നമ്മിൽ പലർക്കും ഉണ്ടായിരുന്നു. വളരെ പരിമിതമായി മാത്രം പുഞ്ചിരിച്ചിരുന്നൊരു ചങ്ങാതി ഉണ്ടായിരുന്നു. അവരോട് ഒരിക്കൽ ചോദിച്ചു, എന്താണ് എപ്പോഴും ഗൗരവഭാവം അല്ലെങ്കിൽ പുഞ്ചിരിക്കാൻ മടി കാണിക്കുന്നത് എന്ന്. അപ്പോൾ അവർ പറഞ്ഞ മറുപടി ഇതായിരുന്നു: എൻ്റെ സ്വഭാവം അങ്ങനെയാണ്, ഞാൻ അങ്ങനെ എല്ലാവരോടും പുഞ്ചിരിക്കില്ല. കാലം കുറച്ച് കഴിഞ്ഞപ്പോൾ വളരെ മനോഹരമായി പുഞ്ചിരിക്കുന്ന അവരെ തിരികെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താ ഇപ്പോൾ ഒരു മാറ്റം എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞ മറുപടി ഇതായിരുന്നു: ഞാൻ ചില തിരിച്ചറിവുകളിലേക്ക് കടന്നു വന്നു. ജീവിതം വളരെ വളരെ ചെറുതാണ്. ഈ ചെറിയ ജീവിതത്തിൽ പലതും നേടാനുള്ള ഓട്ടത്തിനിടയിൽ പുഞ്ചിരിക്കാൻ മറന്നു പോകുന്നു. അങ്ങനെ ചെറിയ ഈ ജീവിതം മറ്റുള്ളവരിലേക്ക് പുഞ്ചിരി സമ്മാനമായി നൽകിക്കൊണ്ട് സുന്ദരമാക്കുവാനും സാധിക്കുമെന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി എന്ന്. അതെ, ജീവിതം ചെറുതാണ്. നാം ആണെങ്കിൽ വലിയ ഓട്ടത്തിലും. ആ ഓട്ടത്തിനിടയിൽ നാം മറന്നു പോകുന്നത് പുഞ്ചിരിക്കാനാണ്, പരസ്പരം മുഖത്തു നോക്കാനാണ്. ആ മുഖത്തു നോക്കാനും പുഞ്ചിരിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. പുഞ്ചിരി ആയുധമാണ്, പുഞ്ചിരി സ്നേഹമാണ്, പുഞ്ചിരി കരുതലാണ്. അങ്ങനെ പുഞ്ചിരിയുടെ നന്മപാഠങ്ങൾ പകർന്നു കൊടുക്കുവാനും ജീവിതത്തോട് ചേർത്ത് വയ്ക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ഒരുപാട് മുഖങ്ങളിൽ പുഞ്ചിരി പടർത്താനും നമുക്ക് സാധിക്കട്ടെ. ഈ ദിനം ഏറെ സുന്ദരമാകട്ടെ നമ്മുടെ സുന്ദരമായ പുഞ്ചിരി കൊണ്ട്. നേരുന്നു ശുഭദിനം.